വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായിട്ടുള്ളവരുടെ പട്ടിക തയ്യാറായി. ഒരു പ്രദേശമാകെ ഉരുളെടുത്ത ദുരന്തത്തിൽ കാണാതായവർ ആരൊക്കെയെന്ന് മനസ്സിലാക്കുക രക്ഷാദൌത്യത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു. ഊഹാപോഹങ്ങളും ആശങ്കകളും കടന്ന് കൃത്യമായ പട്ടിക ഉണ്ടാക്കുകയെന്ന വലിയ ലക്ഷ്യമാണ് പൂർത്തിയാക്കിയത്. ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ച് നടത്തിയ കഠിന പരിശ്രമത്തിനൊടുവിലാണ് ഇങ്ങനെയൊരു പട്ടിക തയ്യാറാക്കാനായത്. പഞ്ചായത്തും സ്കൂളും തൊഴിൽ വകുപ്പും ആരോഗ്യവകുപ്പും പോലീസും അംഗനവാടി പ്രവർത്തകരും ആശാവർക്കർമാരും ജനപ്രതിനിധികളും ഇതിനായി കൈകോർത്തു. പല രേഖകളും ക്രോഡീകരിച്ചു. പേരുകൾ വെട്ടി ചിലത് കൂട്ടിച്ചേർത്തു. 3 നാൾ നീണ്ട പ്രവർത്തനത്തിനൊടുവിലാണ് കാണാതായവരുടെ കരട് പട്ടിക തയ്യാറാക്കാനായത്. ചൂരൽമലയിലെ രക്ഷാപ്രവർത്തനത്തിലും പുനരധിവാസത്തിലും വഴിത്തിരിവാകും ഈ പട്ടിക. അസിസ്റ്റന്റ് കളക്ടർ എസ് ഗൗതം രാജിന്റെ നേതൃത്വത്തിലാണ് അതിവേഗം പട്ടിക തയ്യാറായത്. മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിലെ റേഷൻ കാർഡ് വിവരങ്ങൾ ആദ്യം ശേഖരിച്ചു. വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, മുണ്ടക്കൈ GLP സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നും ICDSൽ നിന്നും കുട്ടികളുടെ വിവരങ്ങൾ ലഭ്യമാക്കി. ലേബർ ഓഫീസിൽ നിന്ന് അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ രേഖ ശേഖരിച്ചു. ഇതെല്ലാം കൂടി അടിസ്ഥാന രേഖയായി എടുത്തായിരുന്നു പട്ടിക തയ്യാറാക്കൽ. അടിസ്ഥാന പട്ടികയിൽ 206 പേരാണ് ഉണ്ടായിരുന്നത്. ബ്ലോക്ക് ലെവൽ ഓഫീസർമാർ, ആശാ വർക്കർമാർ, അംഗനവാടി പ്രവർത്തകർ, മുൻ ജനപ്രതിനിധികൾ, സ്കൂൾ പ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തി അസിസ്റ്റന്റ് കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. തുടർന്ന് ഒരു പൂർണ്ണ ദിവസം പഞ്ചായത്ത് ഓഫീസിൽ ഈ സംഘം 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഓരോ രേഖയും പരിശോധിച്ചു. ഇതോടൊപ്പം കാണാതായവരുടെ പട്ടിക പഞ്ചായത്തിലും സ്കൂളുകളിൽ നിന്നും ലേബർ ഓഫീസിൽ നിന്നും ശേഖരിച്ചു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കോൾ സെന്ററിൽ ലഭ്യമായ വിവരങ്ങളും ഇതോടൊപ്പം ചേർത്തു. ഈ പട്ടികയിൽ നിന്ന് ക്യാമ്പിലേക്ക് മാറിയവരുടെ വിവരങ്ങൾ ഒഴിവാക്കി. ആരോഗ്യവകുപ്പിൽ നിന്നും പോലീസിൽ നിന്നും മരണമടഞ്ഞവരുടെ വിവരങ്ങൾ ശേഖരിച്ച് അവരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ബന്ധുവീടുകളിലും മറ്റുമുള്ളവരുടെ വിവരങ്ങളും ജനപ്രതിനിധികളും മുൻ ജനപ്രതിനിധികളും ആശാ വർക്കർമാരും നൽകി. ഇതെല്ലാം ഒഴിവാക്കിയാണ് കാണാതായവരുടെ ആദ്യ കരട് പട്ടിക തയ്യാറാക്കിയത്. 30ഓളം പേർ ചേർന്ന് 3 ദിവസം പ്രവർത്തനങ്ങളിൽ അക്ഷീണം കൈകോർക്കുകയായിരുന്നു. പട്ടിക തയ്യാറാക്കുന്നതും കൂട്ടിച്ചേർക്കലും ഒഴിവാക്കലും ഇക്കോണമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ്, നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ, IT മിഷൻ എന്നിവ ഏറ്റെടുത്തു. ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റ് വഴി ദിവസേന അപ്ഡേറ്റ് ചെയ്തു. കാണാതായ 138 പേരുടെ കരട് പട്ടികയാണ് ആദ്യം പുറത്തിറക്കിയത്. ശുദ്ധീകരണത്തിന് ശേഷം 133 പേരുടെ പട്ടിക തയ്യാറാക്കി. നിലവിൽ 130 പേരാണ് പട്ടികയിൽ ഉൾപ്പെട്ടത്. 90 മുതൽ 95% കൃത്യത അവകാശപ്പെടാവുന്ന പട്ടികയാണ് നിലവിൽ പുറത്തിറക്കിയതെന്ന് അസിസ്റ്റന്റ് കളക്ടർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.